എൻ്റെ ശേഷാറൻ 1 വർഷത്തിന് മുമ്പ് മരിച്ചു. മരിച്ച സമയത്ത് ഈ കുട്ടി ഇവിടെ നിന്ന് പോയി. ഈ കുട്ടി പോയിട്ട് പിന്നെ ഞങ്ങൾ അന്ന് ഈ കുട്ടി പോകുമ്പോൾ 3 മാസം ഗർഭിണിയായിരുന്നു. ഈ കുട്ടി ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് പിന്നെ 3 മാസം ഗർഭിണിയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ആരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു, ഒരു ബന്ധവുമില്ലായിരുന്നു. ഈ കൊച്ച് ജനിച്ചത്, ഈ കൊച്ചിൻ്റെ നോട്ട് കേട്ടോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പിന്നെ കാരണം വെച്ചാൽ ഇവിടെ എൻ്റെ സഹോദരി എൻ്റെ അളിയന് മാത്രമേ ഉള്ളൂ. ഇത് അളിയൻ്റെ സഹോദരനാണ്. പുള്ളി എറണാകുളത്താണ് താമസം. പുള്ളി ഇതേപോലെ ഇങ്ങനെ വല്ലപ്പോഴും ഇത് എന്തെങ്കിലും ഇതിനൊക്കെ വരുമ്പോഴും ഇങ്ങനെ വരും എന്നല്ലാതെ പുള്ളിയുടെ കുടുംബമുണ്ട്. പുള്ളി അവിടെയാണ്. ഞാൻ നെടുമങ്ങാടാണ് താമസം. കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? കുട്ടിയുടെ അച്ഛൻ മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇവളെന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ട് ഇവൻ്റെ മൊബൈലിൽ അത് വന്നിട്ട് അങ്ങനെയാണ് ഈ 1 മണിക്കൂറിൽ സ്റ്റാറ്റസ് ഇട്ട് ഇവർ തമ്മിൽ ഫോണിലൊക്കെ എന്തോ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ഇവൻ ആത്മഹത്യ ചെയ്യുന്നത്. എന്തായിരുന്നു സ്റ്റാറ്റസ് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയേണ്ടത്. അവർ തമ്മിലുള്ള വഴക്കുകൊണ്ടാണ് മരണപ്പെട്ടത്. അതെ, അല്ലാതെ സാമ്പത്തിക ഒരു പ്രാരാബ്ദവുമില്ല. ഈ വീട് ഇതേ ഇവിടെ മുതൽ അങ്ങ് താഴെ ഇത് കാണുന്നു, അതുവരെ ഇവർക്കുള്ള സ്ഥലമാണ്. അത് ഇനി അവകാശം ഈ മരിച്ചുപോയ പിന്നെ എൻ്റെ സഹോദരൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ്റെ ബോഡി മറവ് ചെയ്തെടുത്ത് അവിടെയുണ്ട് 8 സെൻറ്റ് സ്ഥലം. സാമ്പത്തികമായിട്ട് യാതൊരു ഇതുമില്ല. എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ഇവളെ 24 മണിക്കൂർ മൊബൈലിലുള്ള പരിപാടിയാണ്. കാര്യം എൻ്റെ ശേഷാറൻ ഇവളെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അറേഞ്ച്ഡ് മാരേജ്, സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ നമ്മളിവിടെ വെച്ച് ഒരു ഇതായിട്ട് നടത്തി രജിസ്റ്റർ ചെയ്തു. സ്നേഹിച്ച് കൊണ്ടുവന്നിട്ട് എൻ്റെ സഹോദരി എൻ്റെ അളിയനും കൂടെ അവരെ ഒന്നിപ്പിച്ച് രജിസ്റ്റർ മാരേജ് വരെ ചെയ്തു. വലിയൊരു ഫംഗ്ഷൻ വെച്ചു. അങ്ങനെയാണ് വിവാഹം ചെയ്തത്. എന്നിട്ടാണ് ഈ പിന്നെ സ്റ്റാറ്റസ് ഇട്ട് അവനെ നാറ്റിക്കാനായിട്ട് ശ്രമിച്ചത് ആദ്യം തന്നെ. അങ്ങനെ ഉള്ള ഇതിലാണ് എൻ്റെ ചെറുക്കൻ ആത്മഹത്യ ചെയ്തത്. സാമ്പത്തിക പ്രശ്നം അവന് ഒരിക്കലും ഇല്ല. കാര്യം അച്ഛനമ്മയ്ക്ക് ഒറ്റ മോനേ ഉള്ളൂ. ഒരു സഹോദരൻ അത് മരിച്ചുപോയി. അച്ഛനമ്മയ്ക്ക് ഒറ്റ മോനേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് യാതൊരു വേറെ മക്കളില്ല ആർക്ക് ഇല്ല. പക്ഷേ ഈ കുഞ്ഞിലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ 3-4 മാസം കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ. അത് വേറെ ആരുമല്ല, ഈ പിന്നെ അഖില എന്ന് പറയുന്ന കുട്ടിയുടെ ബന്ധുക്കളുമായിട്ട്, അവരുടെ മാമനും അവരുമായിട്ടൊക്കെ ഞങ്ങൾ പിന്നെ ഈ കുട്ടിയെ വിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പുറകെയായിരുന്നു. എന്നിട്ട് ഈ കുട്ടിയുടെ മാമൻ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിനൊരു ഫ്രാക്ചർ പറ്റി 2 കൈയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സംഭവങ്ങൾ അറിയുന്നത്. ഈ അഖിലയുടെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് അമ്മ തൊട്ടിൽ വീഴ്ചയ്ക്കാൻ വന്നു. അപ്പോൾ എൻ്റെ അളിയൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് വന്ന് എൻ്റെ അളിയൻ്റെ അയ്യോ ആ കൊച്ചിന് ഞങ്ങൾ 2 കൈ നിന്നിട്ട് സ്വീകരിച്ചോളാം. അവനക്ക് ഇത്ര സ്വത്തുമില്ല കുഞ്ഞിന്. പിന്നെ ആ കുഞ്ഞിനെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. അമ്മമ്മയ്ക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആൾക്കാർ, അവർക്ക് ആരോഗ്യത്തോടെ നിങ്ങൾ ഇന്നലെ മീഡിയസിലൊക്കെ കണ്ടല്ലോ, എൻ്റെ അളിയൻ സംസാരിക്കുന്നത് കണ്ടല്ലോ. ഇയാൾക്കെന്താ ആരോഗ്യ പ്രശ്നം? ആ കുഞ്ഞിനെ സുഖമായിട്ട് വളർത്തിയേനെ അവർ സുഖമായി. കാര്യം അവർക്ക് വേറെ ഭൂമിയിൽ വേറെ ആരുമില്ല. അവർക്ക് കർമ്മം ചെയ്യാനുള്ള ആകെ ഒരു തരിയാണത്. ഈ തരിയാണ്. ആ പ്രതീക്ഷയാണ് പോയത്. ഞാൻ ഇന്നലെ ഈ ബോഡി കയറി കണ്ട് ഒരു മനുഷ്യൻ സഹിക്കില്ല. ഈ 1.5 വയസ്സായ ഈ കുഞ്ഞിൻ്റെ ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ മക്കളുള്ള ഒരു രക്ഷകർത്താക്കളും സഹിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരാണ് ചിലപ്പോൾ അവൻ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊല്ലും. ആ കുഞ്ഞിൻ്റെ ഇവിടെ മുതൽ ഇതുവരെ സിഗരറ്റ് വെച്ച് കുത്തി പൊള്ളിച്ച്, നമ്മൾ സിഗരറ്റ് വലിച്ചിട്ട് കുത്തി പൊള്ളിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? ആ പാട്. ആ കുഞ്ഞിൻ്റെ ശരീരത്ത് മുറിവില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ല. ഹോസ്പിറ്റലിൽ കയറി കണ്ടിരുന്നോ? ഹോസ്പിറ്റലിൽ കയറി കണ്ടു. പിന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കയറി കണ്ടതാണ്. 1.5 വയസ്സായ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം എത്ര കാണും? ഇത് നമ്മളെ ഈ പഴം ഉരിയുന്നത് പോലെ ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം ഒരു മനുഷ്യനും സഹിക്കില്ല. നിങ്ങളൊരു പിതാവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബോഡി കണ്ടാൽ നിങ്ങൾ പോലും സഹിക്കില്ല. ആ സെക്കൻഡിൽ അവനെ വെട്ടിക്കൊല്ലാനേ നിങ്ങൾ നോക്കുള്ളൂ. കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുള്ള ഒരു വ്യക്തികൾക്കും സഹിക്കാൻ പറ്റില്ല.
ജനനേന്ദ്രത്തിന് ഇത്ര മുറിവേറ്റിരുന്നെന്ന് പറയുന്നുണ്ട്. ജനനേന്ദ്രത്തിൽ മുറിവ് കയറ്റിയാണ് ജനനേന്ദ്രം. എന്നിട്ട് ലാസ്റ്റ് എന്ന് വെച്ചാൽ നീര് വെച്ച് ഇത്രയായി. അപ്പം എന്തുമാത്രം ആ കുഞ്ഞ് എന്തുമാത്രം 1.5 വയസ്സായി കുഞ്ഞ് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്നതല്ല, പിന്നെ പോലീസ് പറയണം 51 മുറിവ് ആ കൊച്ചിൻ്റെ ദേഹത്തുണ്ടെന്ന്. ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? ഇനി ഞാൻ ചോദിക്കുന്നത്, അവരുടെ വീട്ടിൽ അഖിലയും അവരുടെ ഭർത്താവും താമസിച്ചിരുന്ന വീട്ടിൽ അവൻ്റെ അമ്മയുണ്ടായിരുന്നു, അവൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, സഹോദരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും തടഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട്? അതൊന്ന് ഈ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അവൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഇവൻ നിരന്തരം വീട്ടിലെ പ്രശ്നക്കാരായതുകൊണ്ട് അയാളങ്ങ് ദൂരെ എവിടെ പോയി. ഇവർ പ്രശ്നക്കാരനാണ്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ അമ്മയും സഹോദരി ഉണ്ടെങ്കിൽ ഈ കൊലപാതകത്തിൽ അവരും പങ്കാളികളാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും. അല്ല, അവർ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു നമ്മുടെ മോനോ ആരെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ടൊരു പയ്യൻ ഇങ്ങനെ കുഞ്ഞിനെ വേദനിപ്പിച്ച് അവിടെ ചവിട്ടി കൂട്ടത്തില്ലേ നമ്മളവനെ തന്നെ? അപ്പോൾ എങ്കിൽ അവരും ഇതിൽ പ്രതിയാണ്. അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും വീട്ടിലുണ്ടെങ്കിൽ അവരും പ്രതിയാണ് ഈ കുഞ്ഞിനെ കൊന്നതിൽ. അതിനുശേഷം ഇവർ ഇന്നലെ പോലീസ് വരുന്നതിന് മുമ്പേ വീടെല്ലാം ഇവൻ്റെ അമ്മ വന്ന് തേച്ച് കഴുകി തുണിയെല്ലാം അലക്കി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെളിവ് നശിപ്പിക്കലല്ലേ? അവരും പ്രതികളാണ് ഇതില്. ഈ കല്യാണത്തിന് ശേഷം ഇവർ തമ്മിൽ ഇങ്ങനെ നിരന്തരം വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. ഈ അഖില ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലായിരുന്നു? എന്റെ വീട്ടിൽ വരാറുണ്ട്. എന്റെ ഒരു സഹോദരി താമസിക്കുന്ന കഴക്കൂട്ടത്താണ്. അവിടെ നിങ്ങളോടൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. ഇവള് 24 hours മൊബൈൽ ആഡിക്റ്റ് ആണ്. നമ്മളെ കയ്യിൽ എപ്പോഴും. അതായത് പറഞ്ഞുതരാം, ഇപ്പൊ ഇവിടെ നെറ്റ് തീരുകയാണെങ്കിൽ ഉടൻ തന്നെ എന്റെ മൊബൈൽ എടുത്ത് എന്റെ ഫോട്ടോ ഓണാക്കി യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ എന്നിട്ടിൽ വെച്ച് ഈ പിന്നെ അഖിലയ്ക്ക് അടിയും കൊടുത്തു. നീ എന്തിന്റെ 24 മണിക്കൂർ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത്? അപ്പൊ പിന്നെ ഇതിന്റെ പിന്നിൽ വേറൊരാളുണ്ട്, ഒരു ടീച്ചറുണ്ട്. എന്തായാലും അനുരാധെ അങ്ങനെ എന്തോ. ആ ടീച്ചറുടെ പേരെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ടീച്ചറാണ് ഇതില ഈ അഖില് ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഈ ടീച്ചറുടെ അഖില ഡാൻസുകാരിയാണ്. എന്റെ അഖിലും ഡാൻസ്. അഖില ആരാണ്? അഖില എന്റെ ശേഷാറൻ, മരിച്ചുപോയ ആള്, ഈ കുഞ്ഞിന്റെ അച്ഛൻ. ഈ ടീച്ചറാണ് ഇവരെ കണക്ട് ചെയ്യുന്നത്. ഈ അഷ്കറിനെയും ഈ അഖിലയും ഈ ടീച്ചറാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ടീച്ചർക്ക് ഇതിൽ നല്ല റോളുണ്ട്. ഇനി ഇവരുടെ ഡാൻസ് പ്രോഗ്രാം ആണോ അത് വേറെ എന്തെങ്കിലും പരിപാടികളാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷിച്ചേ പറ്റൂ. ടീച്ചറെ ഞങ്ങൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ആ ടീച്ചറാണോ പറഞ്ഞത് ഇങ്ങനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ പോകുന്നത്? ആദ്യം ഈ ടീച്ചറാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സംഭവങ്ങൾ അറിയുന്നത്. പിന്നെ ഇത് അറിഞ്ഞ് പിന്നീട് അല്ലെങ്കിൽ ഇപ്പൊ ഈ കുഞ്ഞു മരിച്ചു. ഈ ടീച്ചർ ഈ സെക്കൻഡ് സമയം വരെ രംഗത്തില്ല. ശരിയായിട്ടും നമ്മൾക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ കൊടുക്കുന്നു നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് അമ്മത്തൊട്ടിൽ, നിങ്ങൾ എടുക്കൂ ആ കുഞ്ഞിനെ, ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വാങ്ങിച്ചുകൂടെ കൊടുക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഈ ടീച്ചർ ഈ ടീച്ചർ ആദ്യം അതൊക്കെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഈ ടീച്ചർ അങ്ങ് ബാക്ക് മാറി. ഈ ടീച്ചറിൽ ഇതിന് മുഖ്യ റോളുണ്ട്. ടീച്ചറാണ് ഇതിന്റെ സൂത്രധാരി. ഈ അഷ്കർ, ഈ അഷ്കറും ടീച്ചറുമായിട്ട് നല്ല ബന്ധവും എല്ലാ വിധത്തിലും. അല്ലെങ്കിൽ ടീച്ചർ ഞാൻ പറയുന്നത് ശരി, എന്റെ ന്യൂസിലൂടെ അവമാനിച്ച ടീച്ചറുണ്ട്, കേസ് കൊടുക്കട്ടെ, ഞങ്ങളത് തെളിയിച്ചു കൊടുക്കാം. ഈ ടീച്ചർ ഈ ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇതിന്റെ പിന്നിൽ എന്താണെന്നൂടെ ഉള്ളത് പോലീസ് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എന്നാണ് ലാസ്റ്റിൽ കുഞ്ഞിനെ കാണുന്നത്? ഞങ്ങള് ആദ്യമായിട്ട് അവസാനമായിട്ട് കുഞ്ഞിനെ കാണുന്നത് ഇന്നലെയാണ്. ആണല്ലേ? നിങ്ങളെ കാണിച്ചിട്ട് പോലും ഇല്ല? ആദ്യമായിട്ടും അവസാനമായിട്ടും കുഞ്ഞിനെ കാണുന്നത്. പക്ഷെ കുഞ്ഞിവിടെ കുറെ നാൾ ഇവിടെ ഉണ്ടായിരുന്നു പറയുന്നത്. ഇതാരാ പറഞ്ഞത്? ഈ കുഞ്ഞിനെ ആദ്യമായിട്ടും അവസാനമായിട്ടും എന്റെ സഹോദരിയുടെ ഭർത്താവ്, ഞങ്ങളുടെ ബന്ധുക്കള്, ഈ നാട്ടിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചോ ഈ കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു എന്ന്. ആദ്യമായിട്ട് അവസാനമായിട്ട് ഈ കുഞ്ഞിനെ മരിച്ചാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ മിടുക്കും കുഞ്ഞിനായിരുന്നു പറഞ്ഞു. റോഡിൽ കൂടെ അവന് ഇത് പിന്നെ മരിക്കുന്നതിന് മുമ്പുള്ള വീഡിയോസ് എന്റെ മോളെ ഫോട്ടോയിൽ കിടപ്പുണ്ട്. ഓടിച്ചാടി തുള്ളിച്ചാടി. അവന്റെ അമ്മൂമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. എന്റെ കുഞ്ഞിനെ എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ കുഞ്ഞിന്റെ ദേഹത്തൊരു മുറിവില്ലായിരുന്നു. ഈ പിന്നെ അഖിലയുടെ അമ്മ പറഞ്ഞത്. ശ്രദ്ധിച്ചായിരുന്നു. എന്റെ കുഞ്ഞിനെ എന്റെ വീട്ടിൽ കൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു മുറിവ് ഇല്ലായിരുന്നു. ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷം ഈ കുഞ്ഞിന്റെ ദേഹത്ത് എത്ര 51 മുറിവ് എങ്ങനെ വന്നു? ഇത്ര നാളായിട്ട് അവൻ നന്നായിട്ട് പോയിക്കായിരുന്നു. പിന്നെ എന്നിട്ട് ഇവളെ ഈ അഖിലയുടെ മാമന്റെ വീട്ടിൽ ഈ കൊച്ചിനെ കൊണ്ടു നിർത്തും. അവിടുന്ന് ഇവന്റെ അഖിലയുടെ മാമന്റെ കയ്യിൽ നിന്ന് ബലമായിട്ടാണ് ഇവളും കൂടെ വന്ന കൊച്ചിനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയത്. എന്നാലും ആ സ്ത്രീയും ആ പുരുഷനും കൂടെ നിലവിളിച്ച് കരച്ചിലായിരുന്നു. അഖിലയുടെ അമ്മയും അമ്മയൊക്കെ വന്നായിരുന്നു ഇവിടെ. അഖിലയുടെ 2 സഹോദരന്മാര്, അഖിലയുടെ അമ്മ, അഖിലയുടെ അമ്മുമ്മ. ഇവള് ഫ്രോഡാണ്. അവർക്ക് നിങ്ങളോടൊപ്പം വരാനും നിങ്ങളോട്
നമ്മൾ പക്ഷെ ആദ്യം ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഞങ്ങൾ അവിടെ വെച്ച് ചെറിയൊരു കശാഭിഷേകം ഉണ്ടായി. പിന്നെ അവരുടെ ആ സംസാരം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഈ കുഞ്ഞിന്റെ ഇതിൽ കേസ് കൊടുക്കുന്നവരാണ് ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് അവരോട് സ്നേഹമായി. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് കാണണം. അപ്പം നിങ്ങൾ വരി ഇവിടെ ആരും ഒന്നും പറയില്ല. അവർ ഈ കുഞ്ഞിൻ്റെ ബോഡിയുടെ കൂടെ ഇവിടെ വന്ന് ആ കുഞ്ഞിനെ എടുത്ത് സംസ്കരിക്കുന്നത് വരെ അവരിവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഒന്നുകിൽ ഇവനെന്തോ മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഡിക്റ്റ്, അല്ലെങ്കിൽ ഇവൻ ഈ സൈലന്റ് കില്ലർ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ല. ഒരു സംസാരിക്കാൻ ശരിയായിട്ട് നാക്ക് തിരിയാൻ വയ്യാത്ത ഒരു കുഞ്ഞ്, അല്ല മീൻസ് സംസാരിച്ച് തുടങ്ങാത്തൊരു കുഞ്ഞ്, അതിനെ ഇങ്ങനെ എന്നും അങ്ങനെ ദ്രോഹിക്കുമ്പോൾ അതിന്റെ കരച്ചിൽ കാണുമ്പോൾ ഒരു സങ്കടം വന്നു. ഇപ്പൊ താങ്കൾക്ക് കുഞ്ഞ് കാണും, 1.5 വയസ്സായ കുഞ്ഞ് എന്നല്ലേ പറയുള്ളൂ. 56 അക്ഷരം പറയൂലല്ലോ. പറയൂ. പക്ഷെ അവന്റെ നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ് അയൽവക്കക്കാർ കേട്ടില്ല എന്ന് പറയുന്നത്? അയൽവക്കക്കാർ കേട്ടില്ല എന്ന് പറയുന്നത് ഈ അയൽവക്കക്കാർക്ക് വേറെ കാരണം. നമുക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭക്ഷണം കുടുങ്ങി മരിച്ചെന്ന്, അതായത് നിങ്ങളുടെ വായിൽ കൊള്ളാത്ത ഒരു ഭക്ഷണ പദാർത്ഥം എടുത്ത് അടിച്ചു കയറ്റി വെച്ച് നിങ്ങൾ സംസാരിക്കാനോ നിലവിളിക്കാനോ പറ്റുമോ? കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. ആണ്. അവന് ഇത്രയും പ്രൂവൽ മൈൻഡായിട്ട് ചിന്തിക്കണമെങ്കിൽ. പക്ഷെ അവന് ഇങ്ങനെ പറഞ്ഞായിരുന്നു 30-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ പുഴുത്ത പൊട്ടിയെ പോലെ നോക്കത്തുള്ളൂ. പറഞ്ഞു. അത് ആരോടാ പറഞ്ഞത്? അത് പിന്നെ അഖിലയുടെ അമ്മയാണ് മീഡിയാസിനോട് പറഞ്ഞത്, ഞങ്ങൾ കേട്ടില്ല. അതായത് 30-ാം തീയതി ഈ അഖിലയുടെ മാമൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, 30-ാം തീയതി കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള സെറ്റിൽമെന്റ് ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ എങ്ങനെയല്ലേ കുഞ്ഞിനെ കൊണ്ടുപോകും. എപ്പോഴാണ് ഞാൻ പറഞ്ഞത് പുഴുത്ത പട്ടിയെ പോലെ. അപ്പൊ അവന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അവനെ നിങ്ങൾക്ക് തരണ്ട എന്ന് വിചാരിച്ചു അഖിലയും അവനോട് കൂടി പ്ലാൻ ചെയ്തതാ. ഈ അഖില ഇവനും കൂടെ പ്ലാനിങ് തന്നെയാണ്, അതിൽ യാതൊരു വ്യത്യാസവും. നിങ്ങൾക്ക് അവനെ തരത്തില്ല. ഇതിപ്പോ ഇത്ര ഈ കാണുന്ന ഇതെല്ലാം കുഞ്ഞിന് രാജകുമാരനെ പോലെ. ഈ വീട് എന്താ കുഴപ്പം? ആ കുഞ്ഞിന് മാത്രം ഉള്ളതാണ് ഇതെല്ലാം കുഞ്ഞിന് അവകാശികളില്ലാതെ. വേറെ അവകാശമില്ല. കുഞ്ഞിന്റെ അമ്മൂമ്മ, അതും 2 മക്കള് മരണം. 2 മക്കൾ മരിച്ചോ? 2 മക്കൾ ആത്മഹത്യ. 2 മക്കളെ മരണം. അത് അവളെ മാനസികമായിട്ട് തകർത്ത്. അപ്പൊ ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്ന അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഇവരെങ്കിലും വളർത്താമല്ലോ എന്ന്. അത് നഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ ഇതില് ഈ ടീച്ചറുടെ റോള് നല്ല റോളാണ്, ഡബിൾ റോളാണ്. അതുകൊണ്ട് അന്വേഷിക്കട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.